ഭഗവാനെ ഈശ്വര. അയ്യോ മിഥുൻ, എന്നെ രക്ഷിക്ക്. എങ്ങനെ ഇരിക്കണം? ജാഗറിയാണ്. അതെ, നീലക്കുയിൽ, അതെ മഞ്ഞക്കുയിൽ. ഭയങ്കര Hey everyone, welcome back to my channel. ഇന്ന് എന്റെ ഗോവ വ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി ഇന്നലെയും കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഗോവയിലെ A2 ആണ്. അപ്പൊ ഇന്നലെ വന്ന ദിവസം കുറച്ച് ക്ഷീണമായിട്ട് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അല്ലാണ്ട് മാമനോടൊന്നും തോന്നില്ലേ? ഇൻട്രോ ഒന്നും ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ഇൻട്രോ കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ കാണിക്കാം. അതിനു മുമ്പ് ഇന്നലെ നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങി. നമ്മൾ ആക്ച്വലി രാവിലെ തന്നെ എത്തി, 7 മണിയായപ്പോഴേക്കും എത്തി. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. നമുക്ക് റെന്റ് എടുത്ത കാറ് വരാനും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 1 hour ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. നമ്മളിപ്പോൾ നോർത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവയിലെ ഒരു എയർബിഎൻബിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ ഹോം ടൂർ ഞാൻ ഇന്നലെ എടുത്തിരുന്നു. പിന്നെ അതല്ലാണ്ട് നമ്മൾ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുറച്ച് വിഷ്വൽസ്, ലഞ്ചിൻ്റെ കുറച്ച്, ഡിന്നറിൻ്റെ കുറച്ച്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് അതും കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ആ വിഷ്വൽസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തിരിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി ഇന്നത്തെ കാണാം. ഇന്നത്തെ ഡേ ബേസിക്കലി നമ്മൾ ചിലപ്പോൾ ബീച്ചിലേക്കൊന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ ഒരു കഫേയിൽ പോകും, ഒരു സൺഡൗണർ കഫേയിൽ പോകും. അവിടെ നിന്നായിരിക്കും നമ്മൾ സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പ്ലസ് അത് കഴിഞ്ഞ് നൈറ്റ് മേ ബി ഒരു പാർട്ടിക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു എന്ന് കാണിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇന്നലത്തത് കണ്ടിട്ട് തിരിച്ചു വരും. ഈ വ്ളോഗിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും മുഖം മാത്രമല്ല, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് കാണാം. എല്ലാവരും ഒന്നും കൊച്ചിയിൽ നിന്നല്ല, കുറച്ച് പേര് ബാംഗ്ലൂരിൽ നിന്നാണ്, ഒരാൾ മുംബൈയിൽ നിന്നാണ്. അങ്ങനെ പല പല സ്റ്റേറ്റ്സിൽ നിന്നാണ് നമ്മൾ ഗോവയിലേക്ക് എത്താൻ പോകുന്നത്. കൊച്ചി ടു ഗോവ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ആകെ ഉണ്ടായിരുന്നൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ് വെളുപ്പിന് 6 മണിക്കാണ്. അതിരാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി എയർപോർട്ടിൽ എത്തേണ്ട ഒരു ക്ഷീണമാണ് എല്ലാവരുടെയും മുഖത്തുള്ളത്. കൊച്ചിയിൽ നിന്ന് ഗോവ വരെ ഒരു മണിക്കൂറിൽ എത്തിയെങ്കിലും ഗോവ എയർപോർട്ടിൻ്റെ പുറത്ത് ഈ ഇരിപ്പ് നമ്മളൊരു 1.5 മണിക്കൂർ ഇരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് റെൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 2 ദിവസം മുമ്പ് നമുക്ക് ബുക്ക് ചെയ്തിടാം എന്ന്. പക്ഷേ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അവിടെ എത്തിയിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അവിടെ എത്തിയിട്ട് ചെയ്യാൻ നിന്നാൽ ഇതേപോലെ ഒരു 1.5 മണിക്കൂർ സുഖമായിട്ട് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാം. അയ്യോ മിഥുൻ, എന്നെ രക്ഷിക്ക്. ബുക്ക് ചെയ്ത് എയർബിഎൻബിയിലേക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺ ദ വേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സ്പോട്ടിൽ കയറി. ഭയങ്കര രസമായിരുന്നു. അതൊരു ആർട്ട് ഗാലറി പ്ലസ് ഒരു കഫേ അങ്ങനെയായിരുന്നു. പേര് സറായ എന്നാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ അവർ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു 1/2 hour ടൈം എന്തായാലും എടുക്കും. 1/2 hour to 45 minutes നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഭയങ്കര ഹോട്ട്, ഭയങ്കര ഫ്രഷ് ഫുഡ് നിങ്ങൾക്ക് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റിന് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്, നല്ല വൈബാണ്. അതെ, ഷുഗർ അല്ല, വെരി ഹെൽത്തി. ജാഗറിയാണ്. ജാഗറി ഭയങ്കര കോമഡി. സോ റൂം ടൂർ. ഈ റൂം വൃത്തിയേടാവുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു റൂം ടൂർ കാണിക്കാറുണ്ട്. നമ്മളിത് എയർബിഎൻബിയിൽ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് ഇവിടെ ഒരു ലിവിംഗ് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാൽ ഭയങ്കര ഹ്യൂജൊന്നും പറയാനില്ല. ഓക്കെ പ്രോപ്പർട്ടി. ഇവിടെ ഒരു ലിവിംഗ് ഏരിയ ഉണ്ട്, ഒരു ചെറിയ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. പ്രൈവറ്റ് പൂൾ വില്ലാസ് വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രം ഡേ 1 ഇത് ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ പ്രൈവറ്റ് പൂളിൽ വില്ല വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ്. ഇത് ആക്ച്വലി പുറത്തൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഈ ഒരു വില്ല മാത്രമാണ് ഇവിടെ പ്രോപ്പറായിട്ട് ഒരു യൂസബിൾ കണ്ടീഷനിലേക്ക് വന്നിട്ടുള്ളത്. പൂള് കാണിച്ചോ, ആ ഏരിയൻ്റെ പറയുന്നത്. ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. അത് ഈ ബെഡ്റൂംസിലെല്ലാം ഈ കേർട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ഫുൾ ഗ്ലാസ് ഡോർസ് ആണ് വരുന്നത്. ആൻഡ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സോറി, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, അപ്പുറത്ത് ഇറങ്ങായിരുന്നു.
പിന്നെ അവിടെ വാഷ്റൂം ഉണ്ട്, പിന്നെ ഒരു നല്ല വാർഡ്രോബ് വരുന്നുണ്ട്. ഇനി കിച്ചണൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല, ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കുന്നല്ലാതെ. പക്ഷെ ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം നിങ്ങൾ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പൗഡർ റൂം ഉണ്ട്, അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഇതൊരു 3 ബെഡ്റൂം വില്ലയാണ്. സോ താഴെ ഒരു റൂം ആൻഡ് മുകളില് 2 റൂംസ് ആണ് വരുന്നത്. നല്ല വെളിച്ച വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇത് ഒരു റൂം. ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെ വാക്കിംഗ് വാർഡ്രോബ് ഉണ്ട്, വാഷ്റൂം ഉണ്ട്, വെരി എസ്തെറ്റിക്. പിന്നെ ഇത് ബെഡ്റൂം സ്പേസിലേക്ക് വരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ബെഡ്റൂംസിലും ഇങ്ങനെ ഗ്ലാസ് ഡോർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ പക്ഷെ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല, പക്ഷെ നല്ല വെളിച്ചവും വരും. നല്ലൊരു ചെറിയൊരു കുട്ടി ഗാർഡൻ ഒക്കെ വരുന്നുണ്ട്. ഇവരുടെ ബെഡ്റൂംസും എല്ലാം ഇഷ്ടമായി. വാഷ്റൂം കാണിക്കണം. എനിക്കിന്ന് വീഡിയോ തരുന്നത് ഗൾഫിയാണ്. ഇത് വേറൊരു ബെഡ്റൂം. ഇതും സെയിം, ഏകദേശം സെയിം പോലെ എല്ലാ റൂംസും ഫേർണിഷ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിലും വാർഡ്രോബ് ഉണ്ട്. ഈ ഒരു സ്പേസ് എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല, പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല, ജസ്റ്റ് കാണിച്ചു. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാർട്ട് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും വാർഡ്രോബ് വെച്ചിട്ടുണ്ടാവും. അതൊരു അൺവാണ്ടഡ് സ്പേസ് ആയിപ്പോയി. ഇതിന്റെ വാഷ്റൂം, വാഷ്റൂം എന്നെ കണ്ട് ക്യാമറ. ഇത് ഒരു ടെറസ്, ഇപ്പൊ നല്ല വെയിലായിരിക്കും. ഈ പ്രോപ്പർട്ടി ആക്ച്വലി പുറത്തൊന്നും വലിയ അങ്ങനെ ഭംഗിന്നൊന്നും പറയാനില്ല, കാരണം പകുതി വില്ലാസിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ല. സോ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി ടൂർ. പ്രോപ്പർട്ടി ടൂറൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയാലോ. ലഞ്ച് കഴിക്കാൻ ആ ദിവസം നമ്മൾ അഞ്ജന ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലെ ഒരു ഷാക്കിലാണ് കയറിയത്. റാൻഡംലി നമ്മൾ നടന്നപ്പോൾ കണ്ട ഒരു ഷാക്കിലേക്ക് കയറി. പക്ഷെ ഇവിടുത്തെ ഫുഡൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഷാക്കിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുമില്ല. സോ ഞാൻ ഇപ്പോൾ റെഡിയായി, നമ്മളൊന്ന് പുറത്തു പോകാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒരു സൺഡൗണർ കഫേയിലാണ് പോകുന്നത്. പക്ഷെ നമ്മളിന്ന് ഡേ 1 ആയതുകൊണ്ട് തന്നെ ഒരു സൺസെറ്റ് ഒന്നും കാണാനായിട്ട് നിന്നില്ല. ജസ്റ്റ് ആ ഒരു പാർട്ടി വൈബൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് പോവാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 8-8:30 മണിയായി. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഔട്ട്ഫിറ്റ് വേഗം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പോൾ ടൈം കളയണ്ട, ബൈ. ഇത് ജൂലിയൻ എന്നാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരു കഫേയാണ്, ഒരു സൺഡൗണർ കഫേയാണ്. ഭയങ്കര രസമുള്ള വ്യൂവും നല്ല വൈബുമായിരുന്നു. ഈ കാണുന്നത് ബീച്ചാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു 8-8:30 മണി ആയതുകൊണ്ട് നമുക്ക് ആ വ്യൂ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു 4:30-5 വരികയാണെങ്കിൽ നല്ല വ്യൂവും സൺസെറ്റൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണിത്. ഇതെന്താ പാപ്പറാസീസ് ഫോട്ടോ എടുക്കുന്ന പോലെ എല്ലാരും കൂടെ സ്റ്റെറീനന്റെ പുറകെ ഫോണില്. അതെ, നീലക്കുയിൽ, അതെ മഞ്ഞക്കുയിൽ. ഓക്കെ, ബൈ ദ വേ, ഈ ഗോവ ട്രിപ്പിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പൊതുവേ കേക്ക് കട്ടിങ്ങിൻ്റെ വലിയൊരു ഫാൻസൊന്നും അല്ല ഞങ്ങൾ. പക്ഷേ ഇത് ഫ്രണ്ട്സ് തന്നെ ഒരു ചെറിയ കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് ബാഗ ബീച്ചിലൂടെ നമ്മൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് ആ ദിവസം വൈൻഡപ്പ് ചെയ്തു. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് കോട്ട്സ് ആണ്. ഓക്കെ, സോ ബൈ. ദിൽ ചാത്താ ഹൈ മൂവിയുടെ ഫാനാണോ? എങ്കിൽ ഈ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് ഗോവയിലെ ചപ്പോറ ഫോർട്ട്. ഈ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ അല്ല കേട്ടോ, നമ്മൾ കറക്റ്റ് കുളിച്ച് എല്ലാവരും റെഡിയായൊക്കെ വന്നപ്പോൾ ഒരു 2 മണിയായി. ആ ഒരു സമയത്ത് നമ്മൾ എത്തിയത്. പക്ഷെ സത്യം പറയാലോ,
ആ ഒരു നീണ്ട സ്റ്റെപ്പ് കണ്ടപ്പോഴും പിന്നെ നല്ല വെയിലും കൂടി ആയപ്പോഴേക്കും ഞങ്ങൾ ആ പ്ലാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നേരെ പോയി ഒരു ഗോവൻ താലിയും കഴിച്ച് സുഖസുന്ദരമായി നമ്മൾ ആ റെസ്റ്റോറൻറ്റിലിരുന്നു. ഇത് ഗോവയിലെ തന്നെ ഭയങ്കര പോപ്പുലറായ വിനായക് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫിഷ് ഫ്രൈക്ക് 2 ഓപ്ഷൻസ് അവർ നമുക്ക് തരും. മസാല ഫ്രൈഡും ഉണ്ട്, പിന്നെ റവ ഫ്രൈഡും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗോവ ട്രിപ്പിൽ ഒരു 3-4 സ്ഥലത്തുനിന്ന് ഗോവൻ താലി കഴിച്ചിട്ടുണ്ടാകും. 4 ഇല്ലെങ്കിലും 3 സ്ഥലത്തുനിന്ന്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വിനായകിലെ ഫുഡ് തന്നെയാണ്. ഗോവയിൽ ആക്ച്വലി ഒരുപാട് സൺഡൗണർ കഫേസ് ഉണ്ട്. അതായത് നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ ഇതേപോലെ പോയി ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കഫേസ്. ഇന്നലെ നമ്മൾ പോയത് അങ്ങനത്തെ ഒരു സ്ഥലത്താണെങ്കിൽ പോലും ഒരു 8-8:30 എത്തിയത് കൊണ്ട് നമുക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഭംഗിയൊന്നും അറിയാൻ പറ്റിയില്ല, സൺസെറ്റ് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിഞ്ഞ് ഒരു 4:35 ഒക്കെ ആയപ്പം നേരെ പോയത് മായൻ ബീച്ച് ക്ലബിലേക്കാണ്. വെൽക്കം ടു ഡേ 3 ഇൻ ഗോവ. ഇന്നല്ല, നമ്മൾ നാളെ തിരിച്ചു പോകുന്നത്. ഇന്നത്തെ പരിപാടി എന്താ? ഞങ്ങള് ഇത്തവണ അങ്ങനെ ഒരു ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു. ആൻഡ് ഈവനിങ് പ്ലാൻസ്, ഇന്നലെ നമ്മൾ പാർട്ടിക്ക് പോകും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മിഡ് നൈറ്റ് ക്ലബിൽ പോയില്ല. ഇന്നലെ കുറച്ച് ടയർഡായി വേഗം വന്ന് കിടന്നു. ഇന്നപ്പോൾ പോവുമായിരിക്കും, കാരണം ഇന്നും കൂടി ഉള്ളൂ, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. സോ അതിന് മേ ബി പോവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ബീച്ചിൽ പോവായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് കാണിക്കാം. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വ്ളോഗായിട്ട് മേ ബി ഞാൻ ഇടില്ല. കുറച്ച് എന്താ പറയുക, അങ്ങനെ ഒരു ഫുള്ളി വോയിസ് ഓവറും ഇതിലുണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ വിഷ്വൽസ്, അത്രേ ഉള്ളൂ. കാരണം ഇതെൻ്റെ ഒരു വെക്കേഷൻ ആണ്. അപ്പോൾ എനിക്ക് വെക്കേഷനിൽ അധികം പങ്കെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ബൈ. ഭഗവാനേ ഈശ്വര, ഇങ്ങനെ പേടിക്കലടാ. നമ്മൾ താമസിച്ച എയർബിഎൻബിൻ്റെ അടുത്ത് കുറേ കഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ദൂരെയുള്ള സ്ഥലത്താണ് പോകുന്നതെങ്കിലും ഈ അടുത്തുള്ള സംഭവങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദിവസം ബ്രഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നടന്ന് അടുത്തുള്ള കഫേസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയി കയറിയൊരു കഫേയാണ് ഇത്. ഇതിൻ്റെയും പേര് ഞാൻ അങ്ങനെ നോട്ട് ചെയ്തില്ല, കാരണം അത്ര ഭീകര ഫുഡായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. ഇവിടുന്ന് നമ്മൾ ട്രൈ ചെയ്തത് ഇതൊരു ഗോവൻ ബ്രെഡാണ്. ഇതിനെ പോയി എന്നാണ് പറയുന്നത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ട് എനിക്കൊരു ഗാർലിക് ബ്രെഡിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് തോന്നിയത്. ഇത് ഗാർലിക്കും കൂടി ഇട്ട് പോയായിരുന്നു. സോ മേ ബി അതുകൊണ്ടായിരിക്കും ആ ഒരു ഫ്ലേവറാണ് തോന്നിയത്. നോട്ട് ബാഡ്, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഫിഷ് ആൻഡ് ചിപ്സും കൂടെ ഓർഡർ ചെയ്തു. ഫിഷ് ആൻഡ് ചിപ്സൊക്കെ ഓക്കെ എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഇത് കഴിച്ച് അത്യാവശ്യം ഒന്ന് വിശപ്പൊക്കെ അടക്കി നമ്മൾ തിരിച്ച് റൂമിലേക്ക് നടന്നു. ചന്ദനമഴ സീരിയൽ കണ്ടിട്ട്? ഓ, ഞാൻ കണ്ടില്ല. എന്തായി? മറ്റേ അമൃതേനെ കാട്ടിക്കൊണ്ടാക്കിയ സീരിയൽ. പിന്നീട് ഒരു കോസ്റ്റ്യൂം ചേഞ്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നേരെ ഹാമേഴ്സ് നൈറ്റ് ക്ലബിലേക്ക് പോയി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഔട്ട്ഫിറ്റ്സ് പാക്ക് ചെയ്ത് വെച്ചതെന്ന്? വെൽക്കം ടു ഡേ 4 ഇൻ ഗോവ. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡേ ഇൻ ഗോവ. അതുകൊണ്ട് തന്നെ അധികം പ്ലാൻസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമുക്ക് 1 hour ഡ്രൈവ് ഉണ്ട് തിരിച്ച് എയർപോർട്ടിലേക്ക്. അവിടെ നിന്ന് നമ്മൾ റെൻറ്റിനെടുത്ത കാറൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ട്. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം പ്ലാൻസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. നേരെ ആവോസ് കിച്ചണിൽ പോയി. നമ്മളുടെ തൊട്ടടുത്താണ്, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അവിടുത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് മെനു ആണ്. എനിക്ക് ആംബിയൻസും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ പിനാക്കുളാട അടിപൊളിയാണ്, വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. ആൻഡ് നമ്മളൊരു പ്രാവശ്യം കൂടെ ഗോവൻ താലി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഗോവൻ താലിയും കൂടെ ട്രൈ ചെയ്തു.
പിന്നെ നേരെ എയർപോർട്ടിലേക്ക്, അവിടെ നിന്ന് കൊച്ചിയിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ഗോവ വ്ളോഗ്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തൊരു വ്ളോഗല്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഷ്വൽസ് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു വ്ളോഗാണ്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.